ഇറാന്റെ മഖറു ഖാത്തമുൽ അംബിയ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അതിശക്തമായ ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ് അമേരിക്കക്ക്. മാത്രമല്ല ഇത് ലോകത്തിനെല്ലാമുള്ള ഒരു ശക്തമായ വാർണിംഗ് ആണ്. അമേരിക്ക ഇറാന്റെ പോർട്ടുകൾ, സീപോർട്ടുകൾ ഉപരോധിക്കുകയാണ് എങ്കിൽ ലോകം ഇറാനിൽ നിന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോകും, അത്ഭുതപ്പെട്ടു പോകുമെന്നാണ് ഇറാന്റെ മിലിറ്ററി കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ 95% വെപ്പൺസുകളും ഇപ്പോഴും യാതൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളുമില്ലാതെ സുരക്ഷിതമായി നിൽക്കുകയാണ് എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അമേരിക്കയെ പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്നത് അമേരിക്ക ഇറാനിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയായിരിക്കും അമേരിക്കയുടെ ആക്രമണങ്ങൾ എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ലക്ഷ്യങ്ങളായി അവർ തെരഞ്ഞെടുക്കുന്നത് ക്യാൻസർ ഹോസ്പിറ്റലാണ്, അതുപോലെ തന്നെ ഗോതമ്പ് കൃഷിയിടങ്ങൾ, അതുപോലെ ബാങ്കുകൾ, ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ. പക്ഷേ ഇറാൻ അമേരിക്ക ഏത് രീതിയിലാണോ ആക്രമിക്കുന്നത് അതിന് തുല്യമായ ആക്രമണം ആയിരിക്കില്ല ഇറാന്റേത്, അതിലേറെ ഒന്നുകൂടെ ഉയർന്നതായിരിക്കും എന്നുകൂടെ IRGC രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായിരുന്നാലും അമേരിക്കയ്ക്ക് ഇതുവരെയുള്ള ഓരോ ആക്രമണങ്ങൾക്കും അതിശക്തമായ തിരിച്ചടിയാണ് മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ ഈ യുദ്ധത്തിൽ ഒന്നും ഇതുവരെ പുറത്തെടുക്കാത്ത പലതും ഇനി വരാനിരിക്കുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. ഇത് എന്ത് തരം ആയുധങ്ങളായിരിക്കുമെന്നതാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.